ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് CSS ഉപയോഗിച്ച് ഒരു ഡിവിഷന് നമുക്ക് എങ്ങനെ ബോർഡർ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അതേപോലെ ബോർഡറും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എങ്ങനെ ആ ബോർഡറിന് നമുക്ക് ഷാഡോ ചേർത്ത് കൊടുക്കാം, എങ്ങനെ അതിന് നമുക്ക് വേണ്ട കളറുകൾ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു ഡിവിഷന് നമുക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാമെന്നും അതിനെങ്ങനെ നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം, ആ ബോർഡർ എത്രത്തോളം ഹൈറ്റ് വേണം, അതേപോലെ തന്നെ ആ ബോർഡർ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിനൊരു സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഡിവ് ചേർത്ത് കൊടുക്കുക. ഈ ഡിവിനാണ് നമുക്ക് വേണ്ട ഫീച്ചേഴ്സുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡിവ് എന്ന് ചേർത്ത് കൊടുത്ത ഈ ഡിവിന് നമുക്ക് എന്തൊക്കെയാണോ CSS കോഡ് വേണ്ടത് അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വന്ന് ഡിവിനൊരു ബോർഡർ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ബോർഡർ ചേർത്ത് കൊടുത്തു. ബോർഡർ നമ്മളിവിടെ വന്ന് എത്ര പിക്സലാണോ ഇതിന് ബോർഡർ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പിക്സൽ ബോർഡർ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റൈല് നമ്മൾ സോളിഡ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് റണ്ണ് ചെയ്യിപ്പിക്കാം. പക്ഷേ ഈ രൂപത്തിൽ നമ്മളിത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ബോർഡർ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അപ്പോൾ ബോർഡർ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് ഹൈറ്റ്, അതായത് നമുക്കതിൻ്റെ പാഡിങ് കറക്റ്റായി വരാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് പാഡിങ് എന്നൊരു ടൂള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാഡിങ് ഞാനൊരു 50 പിക്സൽ ചേർത്ത് കൊടുക്കുന്നത്. ചോയ്സാണ്, നമുക്ക് എത്രയാണോ ഇതിന് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പേജ് ഒന്ന് നമുക്ക് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ പേജ് നമ്മൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോർഡർ ഇവിടെ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ, അതായത് എങ്ങനെ നമുക്കിതിന് ഷാഡോ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്. അപ്പോൾ ഷാഡോ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന CSS കോഡാണ് ബോക്സ് പ്രോപ്പർട്ടി എന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ബോക്സ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ഡാഷ് ഇട്ടതിന് ശേഷം ഷാഡോ എന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൊറിസോണ്ടൽ ഓഫ്സെറ്റിൽ എത്രയാണോ വാല്യൂ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ 5 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. അതേപോലെ തന്നെ അടുത്തത് വെർട്ടിക്കൽ ഓഫ്സെറ്റ് എത്രയാണോ നമുക്ക് വേണ്ടത് അതും നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ വെർട്ടിക്കൽ ഓഫ്സെറ്റ് ഒരു 10 പിക്സൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ഇവിടെ ഒരു ഷാഡോ വന്നതായിട്ട് നമുക്ക് കാണിച്ചു തരും. ഇത് നമുക്ക് ഒന്നുകൂടി അറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് 10 എന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി കൂട്ടി കൊടുത്ത് 20 ആക്കി കൊടുത്താൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ മാറി വരും. എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 10 ആണ് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങോട്ട് നീങ്ങി വന്നിട്ടുണ്ടാവും. എത്രയാണോ നമുക്ക് ഷാഡോ വേണ്ടത് അതിനനുസരിച്ച് ഹൊറിസോണ്ടലും വെർട്ടിക്കലും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇത് നമുക്കൊന്ന് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്കിത് ബ്ലർ ചെയ്യണം എന്നാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലർ എന്നുള്ളത് ഒരു 10 പിക്സൽ ഞാൻ ബ്ലർ ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഷാഡോ നമുക്ക് ഈ രൂപത്തിൽ ബ്ലറായി വന്നതായിട്ട് കാണാം. അടുത്തതായി നമുക്കിത് എങ്ങനെ സ്പ്രെഡ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ സ്പ്രെഡ് എന്നുള്ളത് നമ്മളിവിടെ വന്ന് എത്രയാണോ അതിൻ്റെ വാല്യൂ വേണ്ടത് 10 പിക്സൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാം. സ്പ്രെഡ് നമുക്ക് ഒന്നുകൂടി വാല്യൂ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്പ്രെഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കുറഞ്ഞു വന്നിട്ടുണ്ടാകും. എത്രത്തോളം നമുക്കിതിൻ്റെ ഷാഡോ സ്പ്രെഡ് ചെയ്യണം എന്നതാണ് അടുത്ത ഇതിലായിട്ട് നമ്മൾ ഓപ്ഷനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതായി വരുന്നത് ഇതിന് നമുക്ക് ഒരു കളർ ചേർത്ത് കൊടുക്കാം. എന്ത് കളറാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്കിതിന് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു ബ്ലൂവോ ഏത് കളറാണോ നമുക്കിതിന് കളറായിട്ട് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷാഡോ ആ കളറിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിപ്പോൾ ഔട്ട്സെറ്റ്, അതായത് ഔട്ടിലാണ് വരുന്നത്. നമുക്കിത് ഉള്ളിലേക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇൻസെറ്റ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പുറത്തുള്ളത് ഉള്ളിലേക്കായിട്ട് നമുക്കിതിൻ്റെ ഷാഡോ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് ഇൻസെറ്റിന് പകരം ഇനീഷ്യലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ
ഇവിടെ വന്ന് ഇനീഷ്യലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും വരിക. അത് പ്രത്യേകിച്ച് മാറ്റുമ്പോൾ നമ്മളിവിടെ എന്ത് ഓപ്ഷൻ കൊടുത്തോ അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് ഇൻഹെറിറ്റും ചേർത്ത് കൊടുക്കാം. ഇൻഹെറിറ്റ് എന്താണ്, ഇനീഷ്യൽ എന്താണെന്ന് നമ്മൾ ഇതിന്റെ മുമ്പ് ടാഗുകളൊക്കെ നമ്മൾ CSS പല ടാഗുകളും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇൻഹെറിറ്റും അതേപോലെ ഇനീഷ്യലും ചേർത്ത് കൊടുക്കാം. നമുക്ക് കറക്റ്റ് ഈ രൂപത്തിൽ മതിയെങ്കിൽ ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ ഈ ഷാഡോ നമുക്ക് ഡിവിൻ്റെ ഉള്ളിലേക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ബ്ലർ ഇതിന്റെ പുറത്തായി ചേർത്ത് കൊടുത്തത് നമുക്ക് ഉള്ളിലേക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇൻസെറ്റ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന്റെ ഷാഡോ ഇതിന്റെ ഉള്ളിലേക്കായിട്ടോ ആയിരിക്കും വരിക. നമുക്ക് കളർ ഏതാണോ വേണ്ടത് അത് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് നമുക്കിവിടെ വന്ന് കളറ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷന് അർത്ഥമാക്കുന്നത് ഹൊറിസോണ്ടൽ ഓഫ്സെറ്റും, രണ്ടാമത്തേത് അർത്ഥമാക്കുന്നത് വെർട്ടിക്കൽ ഓഫ്സെറ്റും, അതേപോലെ തന്നെ മൂന്നാമത്തേത് പറയുന്നത് ഇതിന് എത്രത്തോളം ബ്ലർ ആവണമെന്നും, അടുത്തതായി പറയാൻ പോകുന്നത് എങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യണമെന്നും, അടുത്തതായി പറയാൻ പോകുന്നത് ഇതിന് ഏത് കളറ് വേണമെന്നും, അടുത്തതായി പറയാൻ പോകുന്നത് ഇൻസെറ്റ് അതല്ലെങ്കിൽ ഔട്ട്സെറ്റ് എവിടെയാണോ നമുക്കിത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയാണ്. ബ്ലറ് ഷാഡോ CSSലെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. ഒട്ടനവധി നമുക്ക് അട്രാക്റ്റീവായ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല ഷാഡോയും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് CSS ഉപയോഗിച്ചൊരു ഷാഡോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.